റമദാൻ മാസത്തെ വരവേറ്റ് വിശ്വാസികൾ. വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകളാണ് ഒരു മാസക്കാലം. ശാരീരികവും ആത്മീയവുമായ വികാസം പ്രാപിക്കുന്നതോടൊപ്പം പരസ്പര സ്നേഹവും സഹാനുഭൂതിയും വളർത്തിയെടുക്കുവാൻ സുഹൃത്തുക്കളുടെ ഈ വസന്തകാലത്ത് സാധിക്കണമെന്ന് റമദാൻ സന്ദേശത്തിൽ പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഇസ്ലാം മതവിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. ഇനി 30 നാളുകൾ പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വ്രതമനുഷ്ഠിക്കും. ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനയിലും വിശ്വാസികൾ മുഴുകും. ദിവസവും നിർബന്ധമായും ചെയ്യേണ്ട 5 നേരത്തെ നമസ്കാരത്തിനു പുറമെ റമദാൻ മാസത്തിലെ രാത്രിയിൽ ദൈർഘ്യമേറിയ തറാവീഖ് നമസ്കാരവും വിശ്വാസികൾ നിർവഹിക്കും. വ്രതാനുഷ്ഠാനത്തിലൂടെ വലിയ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, കഠിനമായ യജ്ഞത്തിലൂടെ പുതിയ മനുഷ്യനെ രൂപപ്പെടുത്താനും ജീവിതത്തിൽ വിശുദ്ധമായ വഴി തെളിയിക്കാനുമുള്ള പരിശീലന കാലം കൂടിയാണ് റമദാൻ. റമദാൻ മാസത്തിൽ ആത്മീയമായ ആഘോഷമാക്കി മാറ്റാൻ സാധിക്കുമെന്നും സ്നേഹവും സഹാനുഭൂതിയും വളർത്തിയെടുക്കാൻ സാധ്യമാകുന്ന സുഹൃത്തുക്കളുടെ വസന്തകാലമാണിതെന്നും റമദാൻ സന്ദേശത്തിൽ പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഇനി വ്രതനാളുകൾ ആരംഭിക്കുകയാണ്. ഇസ്ലാമിക സമൂഹം ഒരു വർഷമായി കാത്തിരിക്കുന്ന ആത്മശുദ്ധീകരണത്തിൻ്റെ മാനസികമായ ഒരുപാട് വികാസവും വലിയ നേട്ടവുമൊക്കെ ഉണ്ടാക്കാൻ ഓരോ വർഷവും വിശ്വാസികൾ കാത്തിരിക്കുന്ന കാലമാണ് പുണ്യ റമദാൻ. റമദാനിൽ നിർബന്ധമാക്കപ്പെട്ട വ്രതാനുഷ്ഠാനത്തിലൂടെ ഓരോ വിശ്വാസിക്കും ശാരീരികമായ കരുത്തിന് പുറമെ ആത്മീയമായിട്ട് ഒരുപാട് ഉയർച്ചയും വികാസവും പ്രാപിക്കാൻ സാധിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങി അവതീർണമായ മാസമാണ് പുണ്യ റമദാൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം ഇതിനെ ഒരു ആഘോഷ നാളുകൾ, ആത്മീയമായ ഒരു ആഘോഷ നാളുകളായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും വർദ്ധിതമായ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് സുഹൃതങ്ങളുടെ വസന്തകാലമാണ് പരിശുദ്ധമായ റമദാൻ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യ റമദാനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു ഹ്രസ്വമായ ഭാഷണത്തിൽ പരിചയപ്പെടുത്തുന്നത് ഷഹറുൽ മുവാസാത്തി എന്ന് പറയുന്നുണ്ട്. ഇത് സഹാനുഭൂതിയുടെ കാലമാണ്. ഇന്ന് മനുഷ്യർക്കിടയിൽ സ്നേഹവും സഹാനുഭൂതിയും അനുകമ്പയും ആർദ്രതയും ഒക്കെ ഉണ്ടാക്കാൻ പര്യാപ്തമാകുന്ന ഒരു മഹിതമായ കർമ്മമാണ് വ്രതാനുഷ്ഠാനം. 10-13 മണിക്കൂർ സമയം ഭക്ഷണപാനീയങ്ങളും അതുപോലെ തന്നെ വികാരങ്ങളുമൊക്കെ വർജിക്കുന്നത് മുഖേന വിശ്വാസി രൂപപ്പെടുന്ന ഒരുപാട് മഹിതമായ ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് തൻ്റെ സഹജീവികളോടുള്ള ആർദ്രത, സ്നേഹം, സന്തോഷമൊക്കെ. കാരണം 13 മണിക്കൂർ സമയം അല്ലെങ്കിൽ 14 മണിക്കൂർ സമയമൊക്കെ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷ്യ വസ്തുക്കളും പാനീയങ്ങളും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസവും വേദനയും ഒക്കെ എത്രയോ കാലങ്ങളായി ശരിയാവണ്ണം ഭക്ഷണം കിട്ടാതെ പട്ടിണിയിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണെന്ന് മനസ്സിലാക്കി പാവപ്പെട്ടവന്റെ കുടിലുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനും അവരെ സഹായിക്കാനും മനുഷ്യരെ പ്രചോദനമുണ്ടാക്കുന്ന, അവനിൽ താല്പര്യമുണ്ടാക്കുന്ന ഒരു വലിയ കർമ്മമാണ് വ്രതാനുഷ്ഠാനം. ഇങ്ങനെ ഒരുപാട് മനുഷ്യന് ആത്മീയമായ ഉത്കർഷവും നേട്ടവും ഉണ്ടാക്കാൻ, സമൂഹത്തിൽ വലിയ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതമാകുന്ന ഏറ്റവും നല്ലൊരു അമലാണ്, സൽക്രമമാണ്. അത് ഫലപ്രദമായി നിർവഹിക്കപ്പെടുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ക്രമമാണ് വ്രതാനുഷ്ഠാനം. എല്ലാ വിശ്വാസികൾക്കും എല്ലാവിധ നന്മകളും നേരുകയാണ് ഈ പുണ്യ റമദാൻ. ഇസ്ലാമിക സമൂഹത്തിനും മറ്റു സമൂഹങ്ങൾക്കുമൊക്കെ ഒരുപാട് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നാടുകൾക്ക് കാരണമാവട്ടെ എന്ന് ആശംസിക്കുന്നു. റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും വിശ്വാസികൾ ശ്രദ്ധ നൽകുന്നു. മഹല്ല് കമ്മിറ്റികളുടെയും സംഘടനകളുടെയും അഭിമുഖത്തിൽ മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും. ഇഫ്താർ സംഗമങ്ങളും പതിവാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.